ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അത് എങ്ങനെയൊക്കെ ഉത്തരം എഴുതാം എന്നൊക്കെ ട്രിക്സുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ട് എല്ലാവരും ആൻസർ ചെയ്തിരിക്കണം. പിന്നെ 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഒരെണ്ണം സ്കിപ്പ് ചെയ്യാം. അതായത് ടോട്ടൽ നിങ്ങൾ ചെയ്യേണ്ടത് 5 ആക്ടിവിറ്റികളാണ്. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതം. അങ്ങനെ നിങ്ങൾക്ക് 25ലാണ് എക്സാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 1 ഒരു പാസേജാണ്. പാസേജ് ഒന്ന് പെട്ടെന്ന് വായിക്കാം. ഖണ്ഡ് പഠേ ഔർ പ്രശ്നം കി ഉത്തർ ലിഖേ. ഈ ഒരു ഖണ്ഡ് വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ പാസേജ് വായിക്കുകയാണ്. ദുനിയാ കി സബ്സെ ബഡി ഖേൽ പ്രതിയോഗിത ഹേ ഒളിമ്പിക്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്പോർട്സാണ്, ഏറ്റവും വലിയ ഒരു മത്സരമാണ് ഒളിമ്പിക്സ്. इसका नाम ग्रीस के ഒളിമ്പിക് പർവ്വത് സെ ജുഡാ ഹുവ. ഈ ഒരു പേര്, ഇതിൻ്റെ പേര് ഗ്രീസിലെ ഒളിമ്പിക്സ് പർവ്വതത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇസ്ലിയെ ഇസ് ഗേൽ കാ നാം ഒളിമ്പിക് പട. അങ്ങനെയാണ് ഈ ഒരു കളിയെ ഒളിമ്പിക് എന്ന് പേരിട്ടത്. ഒളിമ്പിക് കെ ജണ്ടേ മേ പ്രതീക് ചിഹ്ന കെ 5 രംഗ് ഹെ. നീല, പീല, കാല, ഹര ഔർ ലാൽ. ഒളിമ്പിക്കിൻ്റെ ആ പതാകയിൽ 5 നിറങ്ങളുണ്ട്. നീല നിറം, മഞ്ഞ നിറം, കറുപ്പ് നിറം, പച്ച നിറം, ചുവപ്പ് നിറം. ഒളിമ്പിക് ഖേൽ കെ ഉദ്ദേശവുമേ ഏക് ഹേ വിശ്വ കി ഏകത. ഈ ഒളിമ്പിക് മത്സരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏകതയാണ്, എന്ന് പറഞ്ഞാൽ ഐക്യം. ഹർ സാൽ 23 ജൂൺ കോ ഒളിമ്പിക് ദിവസ് മനായ ജാത്ത ഹെ. എല്ലാ കൊല്ലവും ജൂൺ 23-നാണ് ഒളിമ്പിക് ദിവസ് ആഘോഷിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒളിമ്പിക് ഖേൽ കി ശുരുവാത്ത് കഹാം ഹുയി. ഒളിമ്പിക്സിൻ്റെ ആരംഭം എവിടെയാണ് ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ എ ഗ്രീസ്. നമ്മുടെ പാസേജ് വായിച്ച എല്ലാവർക്കും അതിന് ഉത്തരം കിട്ടുമല്ലേ? അടുത്ത ചോദ്യം, ഒളിമ്പിക് കെ ജണ്ടേ മേ പ്രതീക് ചിഹ്ന കെ കിത്തനെ രംഗ് ഹേ. ആ ഒരു പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? ഓപ്ഷൻ ബി 5. അടുത്തത്, ഒളിമ്പിക് ദിവസ് കബ് മനായ ജാത്ത ഹേ. എന്നാണ് ഒളിമ്പിക് ഡേ? ആൻസർ ഓപ്ഷൻ ബി ജൂൺ 23. അടുത്തത്, ഒളിമ്പിക് ഖേൽ കാ നാം കിസ് പർവ്വത് സെ ജുഡാ ഹുവ. ഒളിമ്പിക് മത്സരത്തിൻ്റെ ഈ പേര് ഏത് പർവ്വതത്തിൽ നിന്നാണ്, ഏത് പർവ്വതവുമായിട്ട് ബന്ധമുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ഒളിംസ്. അടുത്തത്, യഹാ ഒളിമ്പിക് ഖേൽ കാ ഉദ്ദേശി ക്യാ ബത്തായ ഗയ. ഒളിമ്പിക്സിൻ്റെ ഉദ്ദേശം എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ ഏതാണ്? വിശ്വ കി ഏകത. ഓപ്ഷൻ ബി വിശ്വ കി ഏകത. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഗതിവിധി 2ലേക്ക് കടക്കാം. ഏക് ദൗഡ് ഐസ്യ ബി എന്ന പാഠത്തിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. സിറ്റി ബജി സബി ദൗഡ് പടേ ബഹുത് തേസ് തോ നഹീ പർ ഉൻമേ ജീത്തനെ കി ഹോഡ് ജറൂർ തേസ് ദി. സബി ജീത്തനെ കി ഉത്സുകത കെ സാത്ത് ആകെ ബഡേ. ആ പാഠത്തിൽ എന്താണ്, വിസിൽ മുഴങ്ങി എല്ലാവരും ഓടാൻ തുടങ്ങി. വളരെ സ്പീഡിൽ അല്ലെങ്കിലും ഉന്മേ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രത ഉണ്ടായിരുന്നു. സബി ജീത്തിനേക്ക് എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹത്തോടെയാണ് ഓടിയത്. ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അനുവാദ് കരേ. അനുവാദ് കരേ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്, അനുവാദം ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ സിറ്റി ബജി സബി ദൗഡ് പടേ എന്താണ്, വിസിൽ മുഴങ്ങി എല്ലാവരും ഓടാൻ തുടങ്ങി. അടുത്തത്, 10 जनवरी को आपके स्कूल के मैदान में खेल प्रतियोगिता होने वाली है. इसके लिए एक പോസ്റ്റർ തയ്യാർ കരി. പോസ്റ്ററാണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കൂളിൽ ജനുവരി 10-ന് ഒരു എന്താണ് പ്രതിയോഗിത, ഗേൾ പ്രതിയോഗിത മത്സരം നടക്കാൻ പോവാണ്, സ്പോർട്സ് നടക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടൊരു പോസ്റ്ററാണ് നിങ്ങൾ ഉണ്ടാക്കുക. പോസ്റ്റർ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് പോസ്റ്ററിന് കൊടുക്കണം. എന്നിട്ട് ഗേൽ പ്രതിയോഗിത എന്ന് കൊടുക്കുക. സ്ഥാൻ സ്കൂൾ മൈതാൻ, താരീഖ് ജൂൺ 10, 2023 ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നെ സമയ് 10 ബജെ എന്ന് കൊടുക്കുക. പിന്നെ സബ്കാ സ്വാഗത്. ഇങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. 4 കവിതാംശ പടേ ഔർ പ്രശ്നം കെ ഉത്തർ ലിഖിए. ഒരു കവിത തന്നിട്ടുണ്ട്, എന്നിട്ട് അത് വായിച്ചിട്ട് ഉത്തരങ്ങൾ എഴുതാം. ഇവിടെ കവിത വായിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. പരാജയ് കെ ലിയെ കവിത മേ പ്രയുക്ത ശബ്ദ കോൺസാ ഹേ. പരാജയം എന്ന അർത്ഥം വരുന്ന വേറൊരു വാക്ക്. ആൻസർ ഹാർ. ഹാർ എന്ന് പറഞ്ഞാൽ
അടുത്ത ചോദ്യം കവിതാംശിസെ തുക്കുവാലെ പത് ചുൻകർ ലിഖി. തുക്കുവാലെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അതിവിടെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ. ജയ്സെ എന്ന് പറഞ്ഞിട്ട് കണ്ട എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ചൽത്തി ഹേ ഫിസൽത്തി ഹേ, അതായത് ഒരു കവിതയുടെ അവസാനത്തെ വരിയും അതുപോലെ തൊട്ട് താഴെയുള്ള വരിയുടെ അവസാനത്തെ വാക്കും ഇതുപോലെ ഒരേപോലെ വന്നാൽ അതാണ് തുക്കുവാലെ ശബ്ദം. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്തെഴുതാം? ഇതാ. അപ്പോൾ ഒന്നാമത്തെ ചൽത്തി ഹേ ഫിസൽത്തി ഹേ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതാം ബർത്താ ഹേ അക്കർത്താ ഹേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നത് കവിതാംശിക ആശയ ലിഖേ. ഈ കവിതയുടെ ആശയമാണ് എഴുതേണ്ടത്. അപ്പോൾ കവിതയുടെ ആശയം എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി 5 ഏക് ദൗഡ് ICB പാടുക അംശ് പടേ ഔർ പ്രശ്നം കെ ഉത്തർ ലിഖേ. ഏക് ദൗഡ് ICB എന്ന പാഠഭാഗത്തിൻ്റെ പാസേജ് തന്നിട്ടുണ്ട്. ചോദ്യം നോക്കാം. യഹാ ലഡ്കി കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹേ. ഇവിടെ പെൺകുട്ടിയുടെ ആ മനോഭാവം എന്തായിരുന്നു? ആൻസർ ഹംദർദി, അതായത് സഹതാപം എന്നൊക്കെ പറയും. അടുത്തത് സൂചകോം കെ ആധാർ പർ ബച്ചി ഔർ ലഡ്കെ കെ ബീച്ച് കെ വാർത്താലാപ് കി പൂർത്തി കരേ. ഇവിടെ കുറച്ച് ഉത്തരങ്ങൾ ഇവിടെ ഒരു ബോക്സിലുണ്ട്. ആ ഉത്തരം നമ്മളിവിടെ ഓരോന്നിനും നേരെ എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ബച്ചി പറയാണ് രോ മാത് കൈസേ ഗിർപ്പടാ, കരയാതിരിക്കൂ, എങ്ങനെയാണ് വീണത്? അപ്പോൾ ആൺകുട്ടി എന്തു പറയും? ഇവിടെ ടോക്കർ ഘാക്കർ ഗിരാം, കാല് തെറ്റി വീണു, അതാണ് എഴുതേണ്ടത്. അടുത്തത് ബച്ചി ആ കുട്ടി പറയാണ് ഹാം ദോഡാസ അല്ല ദർദ് ഹുവാ ക്യാ. അടുത്ത ആക്ടിവിറ്റി വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു ബോക്സിൽ നമുക്ക് എഴുതേണ്ട പൂരിപ്പിക്കേണ്ട ഭാഗത്തുള്ളതൊക്കെ ഇവിടെ ബോക്സിലുണ്ട്. അത് നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കിയാൽ മതി. ഈ ഡാഷുള്ളടത്ത് കൊടുത്താൽ മതി. ആദ്യം വായിച്ച് നോക്കണം. ബച്ചി കുട്ടി പറയണ് രോ മാത് കൈസേ ഗിർപ്പടാ, കരയാതിരിക്കൂ, എങ്ങനെ വീണു? അപ്പോൾ ആ ലഡുക്ക ആൺകുട്ടി എന്തുത്തരം പറഞ്ഞിട്ടുണ്ടാവും? ടോക്കർ ഖാക്കർ ഗിര, കാല് തെന്നി വീണു. അപ്പോൾ വീണ്ടും ബച്ചി എന്ത് ചോദിക്കും? ദർദ് ഹുവാ ക്യാ, വേദനയുണ്ടോ? അപ്പോൾ ലഡുക്ക പറയാണ് ഹാം തോടാസ, അതെ കുറച്ച്. അപ്പോൾ കുട്ടി പറയുന്നു ജൽദി ടിക്ക് ഹോ ജായേഗി, പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഇത് എഴുതാൻ പറ്റും. അടുത്തത് ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ്. ഒരു കവിത തന്നിട്ടുണ്ട്. എന്നിട്ട് മാച്ച് ദ ഫോളോയിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാത്തി ചീട്ടി കെ ആകെ ഗഡാദ, അതായത് ആന ഒരു ഉറുമ്പിൻ്റെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ചീട്ടി ഹാത്തി കെ പാവ് പർ ചടാദ, ഉറുമ്പ് ആനയുടെ കാലിലായിരുന്നു നിന്നിരുന്നത്. കാലിൽ കയറി. പാവ് പർ ചടാദ എന്ന് പറഞ്ഞാൽ കാലിലേക്ക് കയറി. ചീട്ടീനെ ഠാണ്ട, ചീട്ടി ചീത്ത പറഞ്ഞു. കി നീച്ചെ ആജ, താഴേക്ക് വരാൻ. അപ്പോൾ ചീട്ട ബോല എന്ത് പറഞ്ഞു? ബായ് ബായ് ടാറ്റ, ബായ് ബായ് ടാറ്റ. മാച്ച് ദ ഫോളോയിങ്സ് ആണ്. മാച്ച് ദ ഫോളോയിങ്സിൻ്റെ ആൻസർ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിച്ച് ചെയ്യാം. അടുത്തത് കവിതാംശിക്കലിയെ ശീർഷക്. ഈ ഒരു കവിതയ്ക്ക് നമ്മൾ അനുയോജ്യമായിട്ടൊരു തലക്കെട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ചീട്ടീനെ കുറിച്ചും ആനേനെ കുറിച്ചാണ്. അപ്പോൾ ചീട്ടി ഔർ ഹാത്തി എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും A ഗ്രേഡ് തന്നെ കിട്ടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരാം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഈ കമൻ്റായിട്ട് നമ്മുടെ വീഡിയോനെ കുറിച്ചും അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഹെൽപ്ഫുള്ളാണ് എന്നതിനെ കുറിച്ചൊക്കെ കമൻറ്റ് എഴുതണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.